നമസ്കാരം. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിവാദം ഉയർന്നു വരികയാണ്. MLA മുൻ DCC പ്രസിഡന്റുമായ IC ബാലകൃഷ്ണനാണ് ഇപ്പോൾ കുരുക്കമുറുകുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പലരും വിജയന് പണം നൽകി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കരാർ രേഖയടക്കം പുറത്തു വന്നിരിക്കുന്നു. നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് NM വിജയൻ സാക്ഷാൽ KPCC അധ്യക്ഷൻ K സുധാകരന് വരെ കത്തയച്ചിരുന്നു. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അങ്ങനെ NM വിജയൻ്റെ കുടുംബം. ഇതോടെ വിജയനും മകൻ ജിജേഷും മരിച്ച സംഭവത്തിൽ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചിരിക്കുന്നു. മരണത്തിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നും IC ബാലകൃഷ്ണൻ MLA അടക്കം പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക പോലീസിനെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കുന്നത്. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷരീഫ് അടങ്ങുന്ന 7-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. NM വിജയൻ മരിക്കാനുണ്ടായ കാരണം, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം അന്വേഷണ പരിധിയിലുണ്ട്. ഇതിനകം തന്നെ നിരവധി പേരുടെ മൊഴികൾ പോലീസ് എടുത്തു കഴിഞ്ഞു. വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്നു ജില്ലാ ട്രഷറർ കൂടിയായ NM വിജയൻ. ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. വിജയനും വയനാട് സ്വദേശിയായ ഒരു അധ്യാപകനും തമ്മിലൊരു ഉടമ്പടി രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അധ്യാപകന്റെ മകന് ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണത്. കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കിമല എന്നിവിടങ്ങളിലെ സർവീസ് സഹകരണ ബാങ്കുകളിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഈ അധ്യാപകന്റെ മകനെയോ മറ്റു കുടുംബാംഗങ്ങളെയോ നിയമിക്കാമെന്നാണ് ഉടമ്പടിയിൽ പറയുന്നത്. ഒന്നാം കക്ഷി എന്നാണ് അധ്യാപകനെ വിശേഷിപ്പിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരം 30 ലക്ഷം രൂപ ഈ ഒന്നാം കക്ഷിയിൽ നിന്നും NM വിജയൻ കൈപ്പറ്റിയതായാണ് ഉടമ്പടിയിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിയമനം ലഭിക്കുന്നില്ലെങ്കിൽ രണ്ടാം കക്ഷിയായ NM വിജയൻ വഴി IC ബാലകൃഷ്ണൻ ഈ ഒന്നാം കക്ഷിയായ അധ്യാപകന് പണം തിരികെ നൽകണം. വെറുതെ കൊടുത്താൽ പോരാ, 7% പലിശ ഈടാക്കണമെന്നും ഉടമ്പടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇടപാട് MLAക്ക് വേണ്ടി നടക്കുന്നതിനാൽ സാക്ഷി വേണ്ടെന്നുമാണ് ഉടമ്പടിയിൽ സൂചിപ്പിച്ചത്. 2019 ഒക്ടോബർ 9 ഉടമ്പടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിനുശേഷം ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയായ NM വിജയൻ തമ്മിലാണ് കരാറിൽ ഒപ്പിട്ടത്. 30 ലക്ഷം രൂപ നൽകിയിട്ടും ഒന്നാം കക്ഷിയുടെ മകന് ഒരു ബാങ്കിലും ജോലി ലഭിച്ചില്ല. ഇതിനു പുറമെ ജോലി വാഗ്ദാനം ചെയ്ത 30 ലക്ഷം രൂപയും IC ബാലകൃഷ്ണൻ MLA തിരിച്ചു നൽകിയില്ല എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. കരാറിൻ്റെ യഥാർത്ഥ കോപ്പി ഒന്നാം സാക്ഷിയുടെ കൈവശമുണ്ട്. ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ MLA നിഷേധിച്ചു. പക്ഷേ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെ നിജസ്ഥിതി അറിയണമെന്ന അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് IC ബാലകൃഷ്ണൻ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് IC ബാലകൃഷ്ണൻ പോലീസിൻ്റെ അന്വേഷണ പരിധിക്ക് പുറത്തു പോകുന്നില്ല. പോലീസിൻ്റെ സംശയ ലിസ്റ്റിൽ പ്രധാന വ്യക്തി IC ബാലകൃഷ്ണൻ എന്ന MLA തന്നെയാണ്. വിഷയം വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ അനധികൃത നിയമനങ്ങൾ തന്നെയാണ്. കോഴ വാങ്ങിയുള്ള നിയമനങ്ങളാണ്. കാശ് വാങ്ങി ആരെയും നിയമിക്കാമെന്ന കോൺഗ്രസിൻ്റെ തന്നെ വാദങ്ങളെ പൊളിച്ചെടുക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ്സുകാർ. മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് വയനാട് DCCയും കത്ത് കൊടുത്തിട്ടുണ്ട് പോലീസിന്. MLAക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതോടെ ഉചിതമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തുമെന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ആദ്യമേ പോലീസ് നൽകിയത്. ചൊവ്വാഴ്ചയാണ് NM വിജയനെയും മകനെയും വിഷം കഴിച്ച് വീടിനുള്ളിൽ കണ്ടെത്തിയത്. കോൺഗ്രസിലെ വയനാട്ടിലെ പ്രമുഖനായ നേതാവാണ് NM വിജയൻ. ദീർഘകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം കടുക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കം പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം NM വിജയൻ IC ബാലകൃഷ്ണൻ MLA പണം വാങ്ങി തിരിച്ചു നൽകിയില്ല, അതിലിടപെടണമെന്നാവശ്യപ്പെട്ടാണ് K സുധാകരന് പാർട്ടി അധ്യക്ഷൻ നിലയിൽ കത്ത് നൽകിയത്. ആ കത്തിന് മറുപടി ലഭിക്കാതായതോടെയാണ് ഗത്യന്തരമില്ലാതെ കടക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരം. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്.